പറയുന്നതിൽ ഏതൊക്കെ കാര്യം ഞാൻ എടുക്കണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് വരുന്ന ഒരു ഫോൺ കോളും അമ്മ കട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ എന്റെ ഫോൺ എടുത്ത് ഈ ടേബിളിന്റെ ഇടയിലും ചെയറിന്റെ ഇടയിലും ഒളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അമ്മ ഇന്നത്തോടെ നിർത്തിയേക്കണം. പറഞ്ഞില്ല എന്ന് വേണ്ട. ഓ, അപ്പൊ ഇവളുടെ അടിമയായിട്ട് ഞാൻ ഇവിടെ നിൽക്കണം അല്ലേ? എടി, ചെമ്മീന് ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയില് നീ എത്രത്തോളം ചാടും ഞാനൊന്ന് നോക്കട്ടെ. കൊറേ സമയമായില്ല ഇങ്ങനെ മേലെ പോയിട്ട്. കറണ്ട് പോകുമ്പോഴേക്കും തുണി അലക്കണമെങ്കിൽ വന്നോട്ടാ. 1 മണിക്കൂറിനുള്ളിൽ കറണ്ട് പോകുന്ന പറഞ്ഞിട്ടുണ്ട്. നീ അങ്ങനെ വർക്ക് ചെയ്യണം, ഞാനൊന്ന് കാണിച്ചു തരാം. നീ എങ്ങോട്ടേക്ക് തുണിയൊക്കെ എടുത്തിട്ട്? മെഷീനിലിടാൻ അമ്മേ. കറണ്ടൊക്കെ എപ്പോഴോ പോയി. 1 മണിക്കൂറിനുള്ളിൽ പോകുമ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത്. അവരെപ്പോ തന്നെ ഓഫ് ആക്കിയിരിക്കുന്നു. ഇനിയിപ്പോ എന്താ നാളെ രാവിലെ വരുമെന്നാണ് സുലോചന പറയുന്നത് കേട്ടോ. മരം എന്തൊക്കെ വീണ് കിടക്കുന്ന റോട്ടിൽ. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യേ? കല്ലിലലക്ക്. അതിലല്ലേ അവിടെ ഇത്രയും നല്ല കല്ല് കെട്ടി വെച്ചിരിക്കുന്നത്. കല്ലിലോ? ഷോ, 3-4 ദിവസം തുണികളുണ്ട്. ഇത്രയും ദിവസം കുറെ തിരക്കുള്ളതുകൊണ്ട് എനിക്ക് ഒന്നും അലക്കാൻ പറ്റില്ല. ഒരുമിച്ച് മെഷീനിലിടാന്ന് വിചാരിച്ചിരുന്നതാ. ബെഡ്ഷീറ്റും കുറെ അതും ഇതും ഒക്കെ ആയിട്ട് ഒക്കെ ഉണ്ട്. എങ്ങനെ അലക്കിയെടുക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഇട്ട് അങ്ങോട്ട് പോകണ്ട. വെള്ളമൊന്നുമില്ല. കിണർന്ന് വെള്ളം കോരി അലക്ക്. മോട്ടർ ഇടാൻ വേണ്ടി പോയത് അപ്പോഴേക്കാ കറണ്ട് പോയത്. ഇതാ ഒരു തുള്ളി വെള്ളം ഇല്ലതാ. അടുക്കളയ്ക്ക് വെള്ളം കൊടുക്കണം. അപ്പൊ കിണർന്ന് വെള്ളമില്ലേ? ഇതെന്തൊരു കഷ്ടാ നോക്കണേ. എന്നാ ഇനിയിപ്പോ വെള്ളം വരട്ടെ, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? വീട്ടിൽ അലക്കാത്ത തുണികൾ കൂട്ടി വെച്ചാലേ ഒരു ഐശ്വര്യം പറയണത് ഉണ്ടാവില്ല. 2 ദിവസത്തിൽ തുണി അലക്കിയിട്ട് കിണറിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, എടുത്ത് നല്ലോണം അലക്ക്. ഞങ്ങളൊക്കെ പണ്ട് എത്രയോ ദൂരെ നിന്ന് വെള്ളം കൊണ്ടോ തുണി അലക്കലും കുളിക്കലൊക്കെ. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ നിറഞ്ഞു നിൽക്കുകയല്ലേ. ഇനിയിപ്പോ ഞാൻ വലിയ കൊമ്പത്തെ ജോലിക്കാരിയാണ്, എനിക്ക് വീട്ടിലെ പണിയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് മനസ്സിലുണ്ടെങ്കിൽ ആ വിചാരം കൊണ്ട് നീ വീട്ടിലിരിക്കാൻ പറ്റില്ല. അവിടെ ഒരു വർക്കും ഒരു തലവേദന. ആരോട് പറയാം? ഭർത്താവ് ഓഫീസിൽ തിരിച്ചു വന്നോലും അവളെ അറിഞ്ഞിട്ടില്ല. തലവേദന ഉണ്ടോ? എന്നാ കുറച്ചു നേരം പോയി കിടന്നൂടെ? എന്തിനാ വെറുതെ ഇവിടെ വന്നിരിക്കുന്നേ? ബെസ്റ്റ് ഭാര്യ ഭർത്താവിന് തലവേദന പറഞ്ഞപ്പോ മരുന്ന് വേണോ അല്ലെ ചായ ഇട്ടായിരുന്നോ ഇതൊന്നല്ല ചോദിക്കുന്നത്. ചെന്ന് കിടന്നോളാൻ. എനിക്ക് ചെന്ന് കിടക്കണേ എനിക്കറിയില്ലേ, നിന്റെ പെർമിഷൻ വേണം. അയ്യോ, നല്ല തലവേദന ഉണ്ടായിരുന്നു. എനിക്കിന്നേ കുറച്ച് വർക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ പിന്നെ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാം. അയ്യോ, നിന്റെ വലിയ മനസ്സ് കാണിച്ചിട്ടേ എനിക്ക് ചായ ഒന്നും ഉണ്ടാക്കി തരണ്ട. നിനക്ക് ജോലിയല്ലേ പ്രധാനം. ഭർത്താവൊക്കെ എന്ത് നടക്കട്ടെ നിന്റെ ജോലി. അതെന്തായിട്ട് അങ്ങനെ പറയുന്നത്? എനിക്ക് നാളെ രാവിലെ തന്നെ കൊടുക്കേണ്ട വർക്കാ. അതുകൊണ്ടാ പിന്നെ ഞാൻ അതിൽ തന്നെ ആയിപ്പോയത്. ഞാൻ ഇപ്പൊ ചായ എടുത്തിട്ട് വരാം. ചെന്നിട്ട് നല്ല ചുക്കാപ്പി ഉണ്ടായിക്കൊണ്ടോ? അതൊക്കെ കൊണ്ടുവരാം. അതൊക്കെ നമ്മുടെ വെച്ചിട്ട് പോടി. മനുഷ്യനോട് തലവേനിഷ്ട. അതിന്റെ ഇടയ്ക്കാണ് അവളെ ഞാനത് സേവ് ചെയ്യാൻ നോക്കിയത്. എത്ര നേരം വർക്ക് ചെയ്തല്ലേ. അതൊക്കെ മതിന്ന് പറഞ്ഞില്ലേ, ചെന്ന് എടുത്തോണ്ട് വാ. നീ ഇന്ന് മര്യാദയ്ക്ക് പറക്കുന്ന എനിക്കൊന്ന് കാണണം. ഇതാ ചുക്കാപ്പി. ഇതെന്താ ചുക്കാപ്പി? ഇതിന് ചൂടുമില്ല ഒന്നുമില്ല. ചൂടില്ലാന്നോ? ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവന്നല്ലേ ഉള്ളൂ. നീ താഴെ നാടിപ്പാടി മേലെ എത്തുമ്പോഴത്തേനെന്താ ഇത് തണുപ്പ്. ഒരു കാര്യം ചെയ്യും, താഴെ ചെന്നിട്ടേ നല്ല ചൂടില് 2 ഗ്ലാസ് ചുക്കാപ്പി എടുത്തോണ്ട് നന്നായിട്ട് തിളപ്പിച്ചു. ഞാൻ എടുക്കാം. എനിക്ക് ഒന്ന് ആവി പിടിക്കണം. കുറച്ച് വെള്ളത്തോടെ തിളപ്പിച്ചു. സ്റ്റീമർ ഉണ്ട് ഇവിടെ. സ്റ്റീമറും കൊണ്ട് എന്താക്കാൻ? അതുകൊണ്ട് ഇതിന് തലവേദന നോക്കൂല. നീ ഒരു കാര്യം ചെയ്യും, വലിയൊരു പാത്രം എടുത്തിട്ടേ അതിൽ കുറെ വെള്ളം വെക്ക്. അത് നന്നായിട്ട് തിളച്ചു വരുമ്പോ അതിലേക്ക് കുറെ തുളസിയില അങ്ങോട്ട് പറിച്ചിടും. അതിനകത്ത് വെട്ടിറങ്ങില്ലേ, അപ്പം ഇങ്ങോട്ട് എടുത്തോണ്ട്. അത് ആവി പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് സ്റ്റീമറിലൊന്നും കിട്ടില്ല.
അങ്ങനെ 5-8 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ തലവേദന മൊത്തം അങ്ങോട്ട് മാറി കിട്ടും. അല്ല, നിനക്ക് ബുദ്ധിമുട്ടാവണമെങ്കിൽ വേണ്ടട്ടോ, എന്റെ തലവേനല്ലേ, അത് ഞാൻ സഹിച്ചോളാം. എനിക്കിപ്പോ ജോലിയാണ് വലുതെങ്കിൽ പിന്നെ അത് നടക്കട്ടെ. ഭർത്താവിന്റെ തലവേനക്ക് എന്ത്, ഞാൻ നീ ചെയ്തോളാം. നീ ഒന്ന് വർക്ക് ചെയ്തോ. ചേച്ചി, മരുമോൾ ജോലിക്ക് പോയി തുടങ്ങിയില്ലേ? ഓ, ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ 1 മാസമായി പോയി തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഒരാൾക്കും അവളെ ജോലിക്ക് വിടാൻ ഇഷ്ടമല്ല. അവളുടെ ഒറ്റൊരു തീരുമാനത്തിൽ പോവുക. ഒരുപാട് പറഞ്ഞു പോകണ്ടാന്ന്. ഇവിടെ എന്തിന്റെ കുറവ് അവൾക്കുള്ളത്? അവളുടെ അഹങ്കാരം കൊണ്ട് പോവുക. എത്രത്തോളം പോകും ഞാനും ഒന്ന് നോക്കട്ടെ. എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? എന്റെ അനിയത്തിന് മോൻ വർക്ക് ചെയ്യുന്നില്ലേ? ആ കമ്പനിയിൽ അവൾ വർക്ക് ചെയ്യുന്നത്. ആ, അവിടെയാണോ? ആ വിവരമൊന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. നല്ല കമ്പനിയല്ലേ? അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് റെസ്പെക്റ്റ് ആണ് അത്ര നിങ്ങളുടെ മരുമകളോട്. ആ, എന്റെ മോന്റെ എന്തെല്ലോ പേപ്പറൊക്കെ എന്തെല്ലോ എന്തൊക്കെയോ പറഞ്ഞവൻ. അവൻ പേടിച്ച് നിക്കണ്ട, എന്ത് ചെയ്യും പറഞ്ഞിട്ട് നിങ്ങളുടെ മരുമോളാണ് ചേച്ചി അതെല്ലാം ശരിയാക്കി കൊടുത്തത്. കല്യാണം എത്രയോ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പൊ ആർക്ക് പഠിപ്പൊക്കെ വേണം? നമുക്ക് അവളുടെ പഠിപ്പൊന്നും വേണ്ട, അതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുമില്ല. എന്തൊക്കെയോ ആവട്ടെ. ഇപ്പൊ എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞതാ, വല്യമ്മേ അവിടത്തെ അല്ലേ ചേച്ചി ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇതൊക്കെ ശരിയാക്കി തന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് അവിടെ നിന്നിട്ട് നിപ്പ് ഉറച്ചില്ല. ഞാൻ ഓടി വന്ന നിങ്ങളെ കൊണ്ട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. സത്യം പറയാതെ വഞ്ചേച്ചി, എനിക്ക് ഇതുവരെ നിങ്ങളോട് വലിയ അങ്ങ് റെസ്പെക്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ എനിക്ക് വലിയൊരു ബഹുമാനം നിങ്ങളെ കാണുമ്പോ തോന്നുന്നത്. ഇത്രയും നല്ലൊരു കുട്ടിന്റെ അമ്മായിയമ്മയില്ലെന്ന് ആലോചിച്ചിട്ട്. ആ, എന്റെ മരുമോള് ജോലി കഴിഞ്ഞ് വരാൻ സമയമായി. അവള് വരുമ്പോ ഞാൻ ചായയും പലഹാരവും എല്ലാം ഉണ്ടാക്കി ടേബിളിൽ കൊണ്ട് വെക്കുന്നതാ. മോളെ കൈ കഴുകിയിട്ട് ചായ കുടിക്കുന്നിട്ട് എത്ര ചോറനിലേ കൊണ്ടുപോകുന്നുള്ളൂ. ഞാൻ ചായ ഉണ്ടാക്കട്ടെ, നീ എന്ന് ഇരിക്കു ജാനോ, അവളെയും കണ്ടിട്ട് പോകാം. ഇല്ല വഞ്ചേച്ചിയെ, ഞാനിപ്പോ പോകട്ടെ. ഞാൻ ആ കുട്ടി ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് വന്നതാ. ഇനി ഒരു ദിവസം ഞാൻ അവൾക്ക് ലീവ് ഉള്ളുമ്പോ ഒഴിവിക്ക് വരാം. എന്നാ ശരിയേ, വന്നാ പറയണട്ടോളെ. ആ ശരി, എന്നാ ശരി. എടി, ഒരു ചായ എടുത്തോണ്ട് വാ. നിനക്ക് അവള് ചായ തന്നാ മാത്രം കൊടുക്കാൻ പറ്റുന്നുണ്ടാ? ഞാൻ തന്നാ പോരെ? അവള് വർക്ക് ചെയ്യ അവിടെ, വെറുതെ ഇരിക്കല്ല. എന്നാ ചായ കുടിക്കും. വെറുതെ ചായ ചായ പറഞ്ഞ അവളോട് ശല്യം ചെയ്യുന്നത്. ഞാൻ എന്തമ്മ കേൾക്കുന്നത്? ഇത് എന്റെ അമ്മനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ, നിന്റെ അമ്മ തന്നെയാ പറയുന്നത്. നിന്റെ അമ്മയ്ക്കൊക്കെ ശരിക്കും ഇപ്പോഴാ കാര്യങ്ങളൊക്കെ പിടികിട്ടിയത്. എടാ, ആ ജാനു നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊരു അഭിപ്രായമാണ് അറിയോ എന്റെ മരുമകളെ കുറിച്ചിട്ട്. അവളുടെ അനിയത്തിന്റെ മകൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ് ഇവള് ജോലി ചെയ്യുന്നത്. ചെക്കൻ എന്തല്ലോ പേപ്പറൊക്കെ ശരിയാകാണ്ട് എന്റെ മോളാണ് അതെല്ലാം ശരിയാക്കി കൊടുത്തത്. അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണെന്ന് അവള് പറയാ. ഞങ്ങളുടെ ഭാഗ്യാണ് ചേച്ചി ഇത്രയും നല്ലൊരു മരുമോളെ കിട്ടിയത്. എനിക്കെന്തോ ആയിപ്പോയി. ഞാന് ഇത്രയും നല്ല കുട്ടിനെയല്ലേ നമ്മള് വീട്ടിലെ പണിയായിട്ട് അടിമയാക്കി വെച്ചത്. എന്റെ മോനെ, ഇതാണ് പറയുന്നതല്ലേ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് എന്നുള്ളത്. നീ എത്ര കാലമുണ്ട് ജോലിക്ക് പോവുക വരിക എന്നല്ലാണ്ട് നിന്നെ കുറിച്ച് ഒരാൾ ഇന്ന് വരെ ഒരു നല്ല അഭിപ്രായം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്റെ മോള് പോയിട്ട് 1 മാസമല്ലേ തികയുന്നുള്ളൂ. എന്തൊരു അഭിപ്രായങ്ങളാ ഇപ്പൊ. എന്താ പറയുന്നത്? അവളുടെ അമ്മായിയമ്മ, അവളെ ഭർത്താവ്, അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ നാട്ടിൽ അറിയപ്പെടാൻ പോകുന്നത്. ഞാൻ എന്റെ മോൾക്ക് ചായ വേണ്ട, ഈ ചായ നീ കുടിച്ചോ. എന്റെ കുട്ടിക്ക് ഞാൻ ഹോർലിക്സ് കലക്കി കൊടുക്കട്ടെ. ഇത് മോളെ ഹോർലിക്സ് കുടിക്ക്. ഹോർലിക്സോ? എനിക്കോ? ആ, മോൾക്ക് തന്നെ. പിന്നല്ലാണ്ടോ, ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് മോൾ വർക്ക് ചെയ്യണ്ട. അമ്മ കണ്ടതല്ലേ. മോൾക്ക് ക്ഷീണം ഉണ്ടാവില്ലേ? എന്നാ കുടിച്ചോ. മോള് വർക്ക് ചെയ്തോ, ഇവിടുത്തെ പണി മുഴുവൻ അമ്മ ചെയ്തോളാം. പിന്നെ ഈ ചുരിദാർ അമ്മക്ക് ചേരുന്നുണ്ടോ മോളെ? ആ പറയുന്ന പോലെ അമ്മ പോലെ ചുരിദാർ ഇടാൻ തുടങ്ങിയേ ഇന്ന് മുതലേ. എന്റെ മോൾ ഇത്രയും വലിയ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോ പിന്നെ ഞാന് മാക്സി കിട്ടി നടന്നാൽ മതിയോ? ഇനി അമ്മ ചുരിദാറാ ദിവസം. ഇനി ബസ്സിന് പോവാൻ നിൽക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ കൊണ്ടുവിടാം.